കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസെഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറേ ദിവസമായി നമ്മുടെ വീട്ടില് ചെടിയൊക്കെ നടുന്ന വീഡിയോ എടുത്തിട്ട്, അപ്പൊ ഇന്നൊരു ചെടി നടുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നടാനായിട്ട് എടുത്തിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഡയാന്തസ്. നമ്മൾ വാങ്ങിയ സമയത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറേ ദിവസമായി മഴ കാരണം മണ്ണൊന്നും എടുക്കാൻ ഒരു നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ ഈ രണ്ട് ചെടി വാങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം കുറേ നാളുകളായി. ഇത് വെള്ള കളറാണ് കേട്ടോ, വാങ്ങിയപ്പോൾ പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിങ്ക് കളർ. ഇതിപ്പോ ഒരു ചെറിയ പൂവുണ്ട് കേട്ടോ, ഇതിനിടയ്ക്ക് കുറേ പൂത്തു കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇതൊന്ന് നടാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് പോകാം. ഞങ്ങൾ ചെടി നടാനായിട്ട് എടുത്ത മണ്ണിൽ കിടന്ന കുറേ കല്ലുകളാണ് കേട്ടോ. അപ്പോൾ കല്ലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ മണ്ണ് ദാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ മണ്ണിലേക്ക് നമ്മൾ ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്ന മണ്ണാണ് കേട്ടോ ഇത്. അപ്പോൾ കല്ലുകളൊക്കെ ഇതാ മാറ്റി ഒരിടത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടി നടാനായിട്ട് തുടങ്ങാം. ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടിൻ്റെ കഷ്ണങ്ങൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഓടുണ്ടായിരുന്നു, അത് നമ്മൾ ചെറുതാക്കിയിട്ട് പീസുകളാക്കി പൊട്ടിച്ചെടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ചെടിച്ചട്ടിയിൽ ആദ്യം ചെടി നടുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഓട്ടിൻ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മൺകല്ലുകളോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോഴും നമ്മുടെ ചെടിച്ചട്ടിയിൽ ഓവറായിട്ട് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കത്തില്ല കേട്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇതാണ് രണ്ട് ചെടിച്ചട്ടി കേട്ടോ. ഇത് നമ്മൾ ഈ ഡയാന്തസ് നടാനായിട്ട് നമുക്ക് ഒരുപാട് വലിയ ചെടിച്ചട്ടി വേണ്ട, ഒരു ചെറിയ ചെടിച്ചട്ടി മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ 15 രൂപയ്ക്ക് കിട്ടിയ ചെടിച്ചട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും. 15 രൂപ ചെറിയ ചട്ടിയല്ല, അത്യാവശ്യം വലിപ്പമുള്ള നല്ല ചട്ടി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഓട്ടിൻ കഷ്ണങ്ങൾ നമുക്ക് ചെടിച്ചട്ടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ ചകിരിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ചകിരി ചോറുള്ളവർക്ക് ചകിരിച്ചോറ് വെച്ച് കൊടുക്കാം, അതല്ല ചകിരി ഇല്ല നിങ്ങളുടെ കയ്യിൽ കരിയിലയാണ് ഉള്ളതെങ്കിൽ കരിയിലയും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ നമുക്ക് അത്യാവശ്യം ഒത്തിരി ചകിരി ഉള്ളത് കൊണ്ട് നമ്മൾ ചകിരിയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഡയാന്തസ് ചെടി നമുക്ക് അവർ തന്നിരിക്കുന്ന ആ കവറിൽ നിന്ന് മാറ്റുന്നതാണോ കാണുന്നത്. അപ്പം നല്ല മണ്ണൊക്കെ നല്ല കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ, നല്ല പാടാണ്. ഇത് നമ്മൾ ഒരു ഗാർഡനിൽ നിന്ന് വാങ്ങിയത്. ഇത് റേറ്റ് വന്നിട്ട് 50 രൂപയായിരുന്നു കേട്ടോ, രണ്ടെണ്ണത്തിന് 100 രൂപ. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി കളറുകൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ കയറിയ ഗാർഡനിൽ ആകെ 2 കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഈ 2 കളറും നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ വേറെ ഞാൻ വീഡിയോ കണ്ട സമയത്ത് ഇതിൻ്റെ വേറെ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഗാർഡനിൽ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അതാ നമ്മൾ കുറച്ച് മണ്ണൊക്കെ മാറ്റി കിടക്കുന്നുണ്ട്. നല്ല മണ്ണല്ലേ, നല്ല കറുത്ത നല്ല മണ്ണെന്ന് തോന്നുന്നു. ഭയങ്കര കട്ടിയല്ല നമ്മൾ വിചാരിച്ച കണക്ക്. ഓക്കെ, ഉണ്ടോ, കുഞ്ഞു ചെടിയാണ്, ഒത്തിരി പൂക്കും, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. മുറ്റം നിറയെ ഈ ഒരു ചെടി മാത്രം മതി കേട്ടോ. നമ്മുടെ മുറ്റം നിറയാൻ ഈ ഒരു ചെടി മാത്രം മതി. ഇതിൻ്റെ നമുക്ക് ഒത്തിരി തൈകൾ എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി തൈകൾ എടുക്കാൻ പറ്റും. അതാ നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ഈ മണ്ണ് ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ ചാണകപ്പൊടി, എല്ലും പൊടി, പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വളമുണ്ടെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചാണകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡയാന്തസ് നടാനായിട്ട് എടുക്കാം കേട്ടോ. അത് പിങ്ക് കളറാണ്. പിങ്ക് ഈ ചെടിക്ക് ഒരു ഐതിഹ്യമുണ്ട്. ഈ ഡയാന്തസ് ചെടിയെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ അതിൽ കേട്ടൊരു ഐതിഹ്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ക്രിസ്ത്യൻ ഐതിഹ്യമായിട്ടാണ് കേട്ടോ ഇതിന് ബന്ധമുള്ളത്. നമ്മുടെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് മാതാവ് കരഞ്ഞപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ചെടിയാണ് കേട്ടോ ഈ ഡയാന്തസ്. അതും പിങ്ക് കളറിലുള്ള ഡയാന്തസ് ആണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി നമ്മുടെ ഈ ഡയാന്തസിനെ കണക്കാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വാങ്ങിയ ചെടി തന്നെ ഒത്തിരി തൈകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറയുന്നത് ഇത് നമുക്ക് വേർതിരിച്ചെടുക്കണമെന്നാണ്. അപ്പോൾ നമുക്കിതെന്തായാലും ആദ്യം ഒന്ന് നടാം, അതിന് ശേഷം ഇത് നമുക്ക് വേറെ തൈകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റം നിറഞ്ഞു നിൽക്കും, മുറ്റം നിറയെ പൂക്കളും ആവും കേട്ടോ. പെട്ടെന്ന് പൂക്കളുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ 2 ഡയാന്തസും ഇവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഉണ്ടല്ലോ. നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ഗാർഡനിലോട്ട് ഇന്നും നമ്മൾ വെക്കുന്നില്ല, കാരണം ഇത് നട്ട ഉടനെ തന്നെ നല്ല വെയിൽ ഏൽക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഇതൊരു തണൽ കിട്ടുന്ന സ്ഥലത്തോട്ട് വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ 2 ഡയാന്തസും നമ്മൾ തണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ 2-3 ദിവസം ഇവിടെ വെച്ച് ഒന്ന് വെള്ളമൊക്കെ വേറ്റി അതൊന്ന് നല്ലതായിട്ട് ആ മണ്ണുമായിട്ടൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കത് നമ്മുടെ ഗാർഡനിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ചെടികളെല്ലാം സെറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ഇതാ നടാനായിട്ട് ഇനിയും കുറേ ചെടികളുണ്ട് കേട്ടോ. ഇത് പലതും നമ്മൾ വാങ്ങിയതും വാങ്ങാത്തതായിട്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വരും വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അല്ലേ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. ഡയാന്തസ് ചെടി ഞങ്ങൾ എങ്ങനെയാണ് നടുന്ന രീതി എന്നുള്ള കാര്യമാണ് ഇന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഫോർ വാച്ചിങ്.